ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫെസ്നോ ഫുഡ് ടേക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വ്ളോഗായിട്ടാണ്. മോർണിംഗ് ടു ലഞ്ച് വ്ളോഗായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. വീട്ടിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് എപ്പോഴും പറയുന്ന പോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി 2 കോഴിമുട്ട പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടം പഴമൊക്കെ കുഴച്ച് കഴിക്കുന്നതാണ് കേട്ടോ കുട്ടീന് ഇഷ്ടം. അപ്പൊ ഞാൻ ഫൈസൽക്കാക്കാക്ക് കറിയാണ് ഇഷ്ടം. അപ്പൊ ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് 2 കോഴിമുട്ട പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പൊ ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഞാൻ വലിയുള്ളി 2-3 വലിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലതുപോലെ ഇതുപോലെ സ്ലൈസ് ആക്കുക. കൂടുതൽ അങ്ങനെ നൈസ് ആക്കി എടുക്കൊന്നും വേണ്ട. ഒരു മീഡിയം വലിപ്പത്തിൽ ഇതുപോലെ സ്ലൈസ് ആക്കി അരിയുക. അപ്പൊ ഞാൻ ഇവിടെ ചീനച്ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായതിന് ശേഷം കടുകും കറിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഉള്ളിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. അതിന്റെ റെസിപ്പി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ് മുട്ട റോസ്റ്റിന്റെ റെസിപ്പി. അതിന്റെ ഇടയ്ക്ക് ഞാൻ പുട്ടിനുള്ളതൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പൊ ഞാൻ ബാക്കി വരുന്ന ചോറ് കൊണ്ട് ഇതുപോലെ ഞാൻ ചെയ്തെടുക്കലുണ്ട് കേട്ടോ. നമ്മൾ പച്ചരിന്റെ പൊടി ഉണ്ടല്ലോ, അതിലേക്ക് ഇതുപോലെ ചോറ് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കും. അപ്പൊ നമുക്ക് സോഫ്റ്റ് പുട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ള പുട്ടുണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങക്കിട്ട് സാധാ പുട്ടുംകുറ്റിയിലേക്ക് എങ്ങനെയാണോ പുട്ടുണ്ടാക്കുന്നത് അതുപോലെയാണ്. അപ്പൊ എന്റെ കയ്യിൽ ചെറിയ പുട്ടുംകുറ്റി ഉള്ളതുകൊണ്ട് ഞാൻ 2 അടുക്ക് വെച്ചാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്. അങ്ങനെ ചായക്കൊക്കെ ഉള്ള വെള്ളം വെച്ചു. അതിന്റെ ഇടയിൽ പുട്ടൊക്കെ തയ്യാറാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതാ പുട്ട് ഫസ്റ്റത്തെ കുറ്റി തന്നെ റെഡിയായി. നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ. അപ്പൊ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റും അതുപോലെ തന്നെ പുട്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതൊക്കെ ഓരോന്നായിട്ട് ടേബിളിൽ വെക്കുകയാണ്. ഇപ്പൊ ഞാനും ഫൈസൽക്കാക്കിയും മാത്രമാണ് കേട്ടോ ചായ കുടിക്കുന്നത്. കാരണം കുട്ടികളൊക്കെ ഏറെ വൈകിയാണ് ചായ കുടിക്കല്. അപ്പോ ഞാനും ഫൈസൽക്കാക്കി ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോ പുട്ടിന് ഞാൻ പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കുക, വേണമെന്നുള്ളവർക്ക് മുട്ട റോസ്റ്റാക്കി കഴിക്കുകയും ചെയ്യാൻ വിചാരിച്ച് വെച്ചതാണ്. അപ്പൊ ഇന്നെന്താ അറിയില്ല, ദീമോള് നേരത്തെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. വന്നോട്ട് തന്നെ അടുക്കളയിലൊക്കെ വന്ന് നോക്കും ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് എന്താന്നൊക്കെ. അപ്പൊ ഇന്ന് പുട്ടും പഴമൊക്കെ ആയപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാതെ തന്നെ, അല്ലെങ്കിൽ എന്നും ഞാൻ പറയണോ ചായ കുടിച്ചോ എന്നൊക്കെ. ഇന്നെന്താ അറിയില്ല, ഞാൻ പറയാതെ തന്നെ പുട്ടും പഞ്ചസാരയും പഴമൊക്കെ കൂട്ടി നന്നായി കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതാ പുട്ടിന്റെ പൊടിയും അതുപോലെ തന്നെ തേങ്ങ ചേരണ്ടിയ എല്ലാം ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പൊ ഈ പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല ഈ പുട്ടിന്റെ പൊടിയൊക്കെ ആകുമ്പോൾ അധികം ഒരു നാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ. നമ്മളെ വീട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ആക്കി, പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാനുണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിച്ചു വാരിയതിന് ശേഷം ഇങ്ങനത്തെ 4 ചെടികളാണ് കേട്ടോ വാങ്ങിയത്. മുമ്പ് ഇവിടെ വേറെ ചെടിയായിരുന്നു. അതിന് വെളുത്ത പുഴുക്കളൊക്കെ ഉണ്ടായപ്പോൾ അത് മാറ്റി ഇവിടെ 4 എന്നുള്ളതിന് ഒരു വശത്ത് 2 ചെടി, ഒരു വശത്ത് 2 ചെടിയാണ്. അധികം ചെടിയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടായി ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പൊ മോളുണ്ടാക്കിയ ചെടിയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലോണം നനക്കണം എന്നാലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ. പക്ഷെ ഞങ്ങൾ കോവിഡ് ടൈമിൽ എനിക്ക് ഈ ചെടികളൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്തതുകൊണ്ട് ചില ചെടികളൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്.
ഇനിയും ഇൻഷാ അല്ലാ നല്ല നല്ല ചെടികളൊക്കെ ഉണ്ടാക്കണം, നോക്കട്ടെ. അപ്പൊ അതൊക്കെ നനച്ചിട്ട് വേണം ഇനി അടുത്ത പണിയിലോട്ട് വരാന്. ചെറിയ തോതിലൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനിയൊക്കെ വെള്ളമൊക്കെ നനച്ച് ഒന്ന് ഉഷാറാക്കി എടുക്കണം. പിന്നെ ഉച്ചക്കായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പുറത്തേക്ക് വെച്ച് ഐസും കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നീട് ഞാൻ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് തന്നെ ബാത്റൂമൊക്കെ കഴുകി, പിന്നെ അടിച്ചു വാരലും തുടക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കഴിഞ്ഞു. എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ദീമോൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കുളിച്ച് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത് ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇൻഷാ അല്ലാ നല്ല നല്ല വ്ളോഗ് റെസിപ്പീസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.